ഞങ്ങളൊക്കെ കരുതുന്നത് നല്ല ബന്ധം തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അവൈലബിൾ ആയ ആ ലിസ്റ്റിൽ, ആ 3 പേരുടെ ലിസ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസറാണ് ഞങ്ങളുടെ അറിവിൽ ശ്രീ രവത ചന്ദ്രശേഖർ. അദ്ദേഹം കുറച്ചു കാലമായിട്ട് 17 വർഷമായിട്ട് ഇവിടുന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ഇന്റലിജൻസ് ബ്യൂറോ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എല്ലാ പൾസും, ഈ സംസ്ഥാനത്തിന്റെ എല്ലാ പൾസും അദ്ദേഹം വ്യക്തമായി അറിയാം. അപ്പൊ എന്റെയൊക്കെ അഭിപ്രായത്തിൽ എനിക്കൊക്കെ തോന്നുന്നത് ഇപ്പൊ കേരള പോലീസിൽ അവൈലബിൾ ആയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസറാണ് ശ്രീ രവത. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും വരുന്നത് ഈ നമ്മുടെ പോലീസ് ഓർഗനൈസേഷൻ നല്ലൊരു ദിശാബോധം ഉണ്ടാക്കുമെന്നാണ് ഞാനൊക്കെ കരുതുന്നത്. കാരണം വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ഫെയിലിയർ കുറച്ചു കാലമായിട്ടുണ്ട് നമ്മുടെ കേരള പോലീസിൽ. അപ്പൊ ആ ലീഡർഷിപ്പ് ഫെയിലിയർ, അതായത് മുകളിലുള്ള ഉദ്യോഗസ്ഥര് ആക്ഷൻ എടുക്കാൻ മടിക്കുന്നു. അവര് അൺനെസറി ആയിട്ട് പൊളിറ്റിക്കൽ ഫോഴ്സിന് പൊളിറ്റിക്കലായ ഈ ചില താല്പര്യത്തിന് വഴങ്ങുന്നു. അതിനൊരു ആവശ്യമില്ല. അതില്ലാതെ തന്നെ കാര്യങ്ങൾ ഗവൺമെന്റ് നല്ല പ്രവർത്തിച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് നല്ല താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരു DGPക്ക്. പക്ഷെ അതിന്റെ വില്ല് വേണം. അത് ഇദ്ദേഹത്തിൽ കാണുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം അത്രത്തോളം ഒരു ലീഡർഷിപ്പ് ഫെയിലിയർ ഇപ്പോഴും കേരള പോലീസിന്റെ ഭാഗത്തുണ്ട്. അത് മാറ്റും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പഴയ കൂത്തുപറമ്പ് സംഭവത്തിൽ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞ കാര്യമില്ല. അന്നത്തെ ചുറ്റുപാടിൽ ഒരു പോലീസ് ഓഫീസർ, ഒരു ട്രൂ പോലീസ് ഓഫീസർ എങ്ങനെ പ്രവർത്തിക്കണം, അദ്ദേഹം പ്രവർത്തിച്ചു, അത്ര മാത്രമാണ്. അതൊരു ഈസ് ബൗണ്ട് ടു ആക്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ചുറ്റുപാടിൽ അദ്ദേഹം ആ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വെടിവെക്കേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം ചെയ്തത് ഒരു നല്ല പോലീസ് ഓഫീസറുടെ ക്വാളിറ്റിയാണ്. അപ്പൊ അതൊന്നും കണ്ടുകൊണ്ടൊരു മുൻവിധി എടുക്കേണ്ട ഒരാവശ്യമില്ല. തീർച്ചയായിട്ടും കേരള പോലീസിന് നല്ലൊരു ദിശാബോധം ഉണ്ടാകുമെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. സാർ, ഒരു സംശയം കൂടെ, അതായത് ആഭ്യന്തര വകുപ്പിന് പല പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ 2 സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ CPM അധികാരത്തിലുള്ള സമയത്തൊക്കെ ആഭ്യന്തര വകുപ്പിനെ പലപ്പോഴും പരിചാഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പോലീസിന്റെ അനാസ്ഥയും നിഷ്ക്രിയത്വവും ഒക്കെ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ താല്പര്യം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കൂത്തുപറമ്പ് വിഷയമായതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല സർക്കാർ ഈ 3 പേരെയും ഒഴിവാക്കി വേറൊരാളെ കൊണ്ടുവരാൻ ശ്രമവും നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹവുമായുള്ള ഒരു റാപ്പോ അത് എത്രത്തോളം ഈ സർക്കാരിനും ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പിനും ഗുണം ചെയ്യും? അല്ല, എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്യേണ്ടത്, ഒരു താൽക്കാലിക DGP എന്നുള്ളത് ഒരു സുപ്രീം കോടതിയുടെ നിയമത്തിന്റെയും സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. ഈ പ്രകാശ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആ കേസിൽ സുപ്രീം കോടതി വളരെ ക്ലിയറായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷനിൽ ഒരു താത്കാലിക DGP എന്നുള്ളത് ഇല്ലീഗലാണ്. ചില സംസ്ഥാനങ്ങളിൽ താൽക്കാലിക DGP ചില ഒരു സ്പെഷ്യൽ കേസായിട്ട് ചില സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അതിൽ ഏതെങ്കിലും ഒരാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരു താൽക്കാലിക DGP എന്ന സംവിധാനം തന്നെ ശരിയല്ല എന്ന് നമ്മുടെ ഗവൺമെന്റ് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഈ അവൈലബിൾ നമ്മൾ തന്ന ലിസ്റ്റിൽ ആ 3-ൽ ഏറ്റവും ബെസ്റ്റ് നമ്പർ 2 തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ പോസ്റ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ പോസ്റ്റിംഗ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് അദ്ദേഹം വർക്ക് ചെയ്തത് പോലീസ് ഓഫീസർ തന്നെ വർക്ക് ചെയ്തതാണ്, അല്ലാതെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിക്കെതിരായ ഗ്രഡ്ജ് വെച്ച് വർക്ക് ചെയ്തതല്ല. ഒരു പോലീസ് ഓഫീസർ എന്നല്ല അദ്ദേഹം വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അത് തന്നെ ആ കേസ് തന്നെ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തത്. അത് തന്നെ ഇല്ലീഗലാണ്. അങ്ങനെ 2 FIR അന്ന് കൂത്തുപറമ്പ് കേസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുത്തു, ഒരേ സംഭവത്തിൽ 2 FIR പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് എല്ലാവരും അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അടക്കം ആ PT ആന്റണി അടക്കം ഈ കേസ് അത് ഡിസ്ചാർജ് ചെയ്തത് ഈ കാര്യം പറഞ്ഞിട്ടാണ്. അപ്പം ആ പഴയ പഴയൊരു കേസിന്, അതായത് പഴയൊരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന്റെ പേരിൽ നമ്മളെ ഓൾ പോലീസ് ഫോഴ്സ് അതിന്റെ മുകളിൽ ഇപ്പോൾ ലിങ്കർ ചെയ്ത് നിൽക്കുന്ന പറഞ്ഞാൽ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഒരു ഓഫീസറാണ്, വളരെ എനിക്കൊക്കെ അറിയുന്ന ലെവലിൽ പറയാണ്, ഈസ് എ വെരി ഗുഡ് ഓഫീസർ. അപ്പൊ തീർച്ചയായിട്ടും നല്ല ദിശാബോധത്തിൽ അദ്ദേഹം കൊണ്ടുപോകും. പക്ഷെ പ്രൊവൈഡഡ് ദാറ്റ് ഈ അൺനെസറി പൊളിറ്റിക്കൽ പ്രഷറിൽ പെടാതെ നമ്മുടെ ഫോഴ്സിനെ മുന്നോട്ട് നയിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.